വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അമ്മേന്റെ പകരം ഞാൻ പറഞ്ഞു. അപ്പൂസേ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം പറഞ്ഞ അപ്പൂസ് സ്കൂളിൽ പോയി വന്നു. പോയി വന്നു. സ്കൂൾ തുറന്നല്ലേ അപ്പൂസേ? എങ്ങനുണ്ട് വെക്കേഷനൊക്കെ എങ്ങനുണ്ട് സാറാ? അപ്പൊ അപ്പൂസ് ഇല്ലാത്തപ്പോ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് ഒരു വീട്ടിലാരും പിന്നെ ചേച്ചീന്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ പോയി. ഇന്നലെ ഒരു വിരുന്നു. അവര് വരില്ലാന്ന് വിചാരിച്ചു ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും. അവര് രാത്രി വന്ന് രാവിലെ പോയി. എന്നാലും ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ നമുക്കൊരു ഇതാണ്. പിന്നെ അതാ അമ്മ ഇരിക്കണേ. അമ്മക്ക് കുറച്ച് ക്ഷീണൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോയൊക്കെ നിക്കുന്നുണ്ട്. ചൂടായ കാരണം ചൂടായിട്ട് ഭയങ്കര ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, പോവണ്ടല്ലോ. മറ്റേ ആഴ്ചക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഇടങ്ങാറായിരുന്നു. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മള് ഒരുപാട് കാലമായി, വർഷങ്ങളായി നമ്മളെ ചാനൽ തുടങ്ങിയ ടൈമിൽ വിചാരിക്കുന്ന സാധനം ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ഇന്ന് സാധിച്ചു അല്ലേ. വിശേഷങ്ങളൊക്കെ പറഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മള് എന്താ പറയുക, ചട്ടിച്ചോറല്ലേ, ചട്ടിച്ചോറ് ഉണ്ടാക്കിയതിന്റെ വിശേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സമയം കിട്ടിയത്. നമ്മളൊരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ കുക്കിംഗ്? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തട്ടിക്കുട്ടിയൊക്കെ ആക്കി വെച്ച് അപ്പൂസിന്റെ വരട്ടേന്ന് വിചാരിച്ചിട്ട് സ്വാഗതം പറയാനൊക്കെ വേണ്ടിട്ട് അപ്പൂസ് വരട്ടേതി കാത്തുന്നാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. ഒരു പരി കൊറേ നേരായിട്ട് അവരിങ്ങനെ നോക്കിക്കണേ. 2 മണിക്കൂറായി മീൻ വാങ്ങി വെച്ചിട്ട്. ഇപ്പൊ തരാം. വാ, ഈ ചെറിയ മത്തിയായിട്ടൊന്ന് കിട്ടിയതേ. അപ്പൊ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇതിന്റെ ഈ എന്താ പറയാ, മീനിന്റെ ചെളുക്ക പോരാൻ വേണ്ടിട്ട് ഞാനേ വെള്ളത്തിലിട്ട് വെച്ചതേന്നു. എന്നാ പിന്നെ പെട്ടെന്ന് പോന്നോളൂ വിചാരിച്ചിട്ട്. പൂച്ചാക്ക അറിയില്ലല്ലോ അപ്പൊ അത്. വാ, ഇപ്പൊ തരാട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മള് ഈ മത്തീനെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. കുഞ്ഞമ്മത്തില്ലേ, അതാണ് ഇട്ടത്. കണ്ടോ, കുറച്ച് 70 ഉറുപ്പ്യക്ക് വാങ്ങിയ മീൻ. അത് എത്രങ്ങാനും ഉണ്ട് അല്ലേ. മറ്റേത് ആദ്യമൊക്കെ 100 ഉറുപ്പ്യ എടുത്താലും കൂടി നമുക്ക് മീൻ കിട്ടൂലായിരുന്നു. നല്ല വിലയായിരുന്നു. ഇപ്പം ഇതിന് വില കുറഞ്ഞു പോയി. അപ്പോൾ കുറേ കിട്ടി. അപ്പോൾ വാങ്ങിയത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിൻ്റെ ഈ ഇരിക്കണ ഈ സാധനമല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് ചെളുക്ക എന്നാ പറയുക കേട്ടോ. ഈ സാധനത്തിന് എല്ലാവരും എന്താ പറയുക അറിയില്ല, ഞങ്ങൾ ചെളുക്ക പറയും. അപ്പോൾ അത് പോരാ, പെട്ടെന്ന് ഒന്നിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കും വാങ്ങിയതിന് ശേഷം. അങ്ങനെ ആക്കി വെച്ചത് ചെയ്യുന്നുട്ടത്. ഇപ്പോൾ അങ്ങനെ ആയി. ഫസ്റ്റ് പെരുക്ക് കൊടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പെരുക്ക് കച്ചറ ഉണ്ടാക്കും. വന്നോ, തെറ്റിയോ? വന്നോ. അത് രണ്ടാളും പോയി. നിങ്ങള് ക്യാമറ ഉണ്ടെന്നപ്പോ ഓരോ തല്ലാന് കാണിക്കാൻ, എന്തിനും കാണിക്കാൻ വരും എഴുതിട്ടോ. വാ, വന്നോ. എന്താ വേണ്ടേ, ഇതാണ്. ഇപ്പൊ രണ്ടാളും ഇവിടെ സ്ഥിര ആൾക്കാരായി. അപ്പൊ കുറച്ച് നേരം പണിയെടുക്കാണ്ട് ഈ മത്തിമേല്. മത്തി വാങ്ങിയാലൊരു പ്രശ്നം ഇതാണ്, കുറച്ച് നേരം ഇങ്ങനെ ചെത്തി നീക്കിയിരിക്കണം. അല്ലാത്ത മീനുണ്ട്. വത്തല് പറഞ്ഞ മീനുണ്ടായിരുന്നു, ചെറിയ ഇതുണ്ടായിരുന്നു, കൊഴുവ, ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ മുള്ളെന്ന് പറഞ്ഞിട്ടുള്ള CD മുള്ളെന്ന് അറിയട്ടോ, CD പോലത്തെ വട്ടത്തിലുള്ള മീനുണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. പിന്നെന്താ, മാന്തളുണ്ടായിരുന്നു. പക്ഷെ കറി വെക്കാനൊക്കെ നമുക്ക് മത്തിയല്ലേ രസം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അല്ലേ, അപ്പൊ അതിന് മത്തിക്കറി. ഒരുപാട് കഴിഞ്ഞ വർഷമൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചട്ടിച്ചോറുണ്ടാക്കണം. ശരിയായില്ല. അത് ശരിയായില്ല. പിന്നെ നമുക്ക് മാനസികാവസ്ഥ മാറുകയും ചെയ്തു. പിന്നെ ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞെന്താ, അത് ഒരുപാട് സംഭവങ്ങൾ, കറികളൊക്കെ വേണം. നമുക്ക് 1-2 കറികളൊക്കെ വെച്ചിട്ടല്ലേ നമ്മള് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഏതായാലും ഇതിന് നമ്മള് ഒരുങ്ങി. ഇതിക്ക് പിന്നെ എന്താ, നമുക്ക് എന്തായാലും ഒന്ന് ആക്കി വെക്കുക, ഒന്ന് ചെയ്തു വെക്കുക എന്നുള്ളൊരു ആഗ്രഹം വെച്ച് നിക്കണ്ടല്ലോ മനസ്സില്. ആ കറുപ്പ് നോക്കി മറ്റേ തള്ളിടുക. അപ്പൊ അപ്പൂസിന്റെ കോഴിക്കള് കൂട്ടിലുണ്ട് കേട്ടോ. ഓരോ നോക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ. ചോറ് കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. അത്
നേരത്തെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. വരുമ്പോഴേക്കിന് പിന്നെ വീണ്ടും കൊടുക്കണം ചോറൊക്കെ. വിട്ടിട്ടില്ല കേട്ടോ, 2-3 ദിവസത്തിന് വിടാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. വിട്ടാൽ ചിലപ്പോൾ ഓരോ വീട്ടിൽ തന്നെ പോകും നാസറാക്കാനെ തെരഞ്ഞ്. മത്തിയാവുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്, ഇവർക്കും വയറ് നിറഞ്ഞോളും നമുക്കും വയറ് നിറഞ്ഞോളും. ഒരുപാട് സാധനം വേസ്റ്റ് ഒഴിവാക്കാനുള്ളതുകൊണ്ടേ. അല്ലാത്ത കഷ്ണമീനോ മറ്റേ മീനൊക്കെ ആണെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവില്ല ഒഴിവാക്കാൻ. കുറച്ച് നേരം ഉണ്ട് കേട്ടോ പണിയെടുക്കാതുമ്പോൾ, കുറച്ച് നേരം ഇരിക്കണം. മീനുണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. കഴുകട്ടെ കേട്ടോ. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുപ്പത്ത് വെച്ചാട്ടോ. ആ നേരത്തെ ഇവിടെ അമ്മയ്ക്കുള്ള ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇത് ചട്ടിച്ചോറിക്കും അമ്മയ്ക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ. ഇന്നലെ പറയുന്നുണ്ട് ബീട്രൂട്ട് ഉപ്പേരി തിന്നാ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നും ഉണ്ടാക്കി. ഇനി ഇന്നെന്താണ് ആ സ്ഥിതി? അമ്മ പൂതി പറയും കൊണ്ടുവരും, എന്നിട്ട് തിന്നൂല കേട്ടോ. ഇപ്പൊ ഉറങ്ങണ്. ഇപ്പൊ റെഡിയാവും കുറച്ച് നേരം. ചട്ടി ഒന്ന് ചൂടാക്കണം. ഇവിടെ ഈ നേരത്തെ നമുക്ക് തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നൊക്കെ പൊരി വെയിലാണ്. 1 മണിയാവാതെ വെയിൽ പോലും കേട്ടോ. ഓരക്കൂടി എത്തണില്ല, കാറ്റ് വരിക. അപ്പൂസ് ഉണ്ടാക്കി തന്ന മുള വറക. പുതിയ വീടുണ്ടാക്കുമ്പോ ഇവിടെ തന്നെ അടുപ്പ് വരുന്നത്. പഴയ വീടിനും ഇവിടെ തന്നെയാണോ? പുതിയ വീടിനും ഇവിടെ തന്നെ. നമ്മൾ മത്തിക്കറി ഉണ്ടാക്കണത് ഏതാ മോഡൽ അറിയാ? നമ്മൾ സ്ഥിരം ഉണ്ടാക്കണ മോഡലാട്ടാ. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കണ്ണൂരത്തെ ചട്ടിച്ചോറിക്ക് അതാണല്ലേ. കൊറേ ചാറില്ലാതെ കുറച്ച് കറിയില്. ഒന്നാമത് എന്താ പറയാ, ഞങ്ങൾ 3 മാത്രമേ കറി കൂട്ടുള്ളൂ. അമ്മ കൂട്ടൂല. അമ്മ ഈ മത്തി വാങ്ങിയ കാരണം അമ്മയ്ക്ക് ഭയങ്കര മടുപ്പാവും. മീൻ്റെ മണം എങ്ങനെയായാലും വീട്ടിൽ നിന്ന് പോവില്ല. പിന്നെ ഫ്രൈ ചെയ്തത് ഇന്നലെ നമ്മൾ പൊരിച്ച് വെച്ച സൂതമീൻ വാങ്ങിയതിൻ്റെ ഉണ്ട് പൊരിച്ചത്. അപ്പോൾ നമ്മൾ ചട്ടിച്ചോറിക്കായിട്ട് മീൻ വാങ്ങിയതാണ്, കറി വേണ്ടേ വിചാരിച്ചിട്ട്. അതേപോലെ മോരുകറി ഉണ്ടാക്കി ഇന്നലെ, അതും ഉണ്ട് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ മോരുകറി സൂത പൊരിച്ചതായിരുന്നു, അത് രണ്ടും ഉണ്ട് ബാക്കിയിരിക്കുന്നത്. വെറൈറ്റി ആയില്ലേ? അപ്പോൾ വെറൈറ്റി ആയി. അതുകൊണ്ടാണ് കൂടിയാണ് നമ്മൾ ഇന്ന് ചട്ടിച്ചോറാക്കാൻ വിചാരിച്ചത്. അതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പപ്പടവും ഒരു ഉപ്പേരിയും ഇതായ നമ്മളെ ചട്ടിച്ചോറ്. ചമ്മന്തി അടിപൊളി.
ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തു. ഉലുവ പൊട്ടിക്കുക. മീൻകറി ഒന്നും ഉണ്ടാക്കാൻ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരേപോലെ തന്നെയാവും. എന്നാലും കണ്ണൂർ സ്റ്റൈല് ആണ് കേട്ടോ. നമുക്ക് ആ ചേച്ചി പറഞ്ഞു തന്നതിൻ്റെ ശേഷം ഞാൻ ഈ കറിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഉലുവ പൊട്ടട്ടെ കേട്ടോ. അമ്മേൻ്റെ പേര് റെഡി. അപ്പോൾ ഉലുവ പൊട്ടി കറിവേപ്പില കൊടുത്തു. പിന്നെ ഇതാ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം അരച്ചതാട്ടത്. മിക്സിൻ്റെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചു. ഇതാണ് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു തന്നത് ചേച്ചി ഇങ്ങനെ ചെയ്യില്ല, അതുപോലെ കേട്ടോ ഞാനും ചെയ്യുന്നത്. ഇതിക്ക് പൊടികൾ, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, 3 പൊടികൾ ഞാൻ ആവശ്യത്തിന് ഇതിക്ക് കണക്കാക്കിയാണ് എടുത്ത് വെച്ചതാണ്. പെട്ടെന്ന് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ. നമ്മൾ മസാലേൻ്റെ ആ ഒരു ചൂടാക്കിയതിൻ്റെ മണമൊക്കെ പച്ചമണം പോയിട്ട് പുളി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അടുപ്പിക്ക് കുറച്ച് വെള്ളമായി തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ, കുറേ വെള്ളത്തിലല്ല കേട്ടോ വയ്ക്കുന്നത്, കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇതോടെ കിടന്നൊന്ന് തിളച്ച് മറിയട്ടെ കേട്ടോ. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീറ്റെടുക്കാം. ഞാൻ ഈ സമയം കൊണ്ട് അമ്മയ്ക്ക് ചോറ് കൊടുക്കട്ടെ. എന്താ ഒപ്പ ചെയ്യണം, ചിലപ്പോ ഉണ്ടാവേ, ഇടയ്ക്ക് ഉണ്ടാവും. ഇന്ന് തിങ്കളാഴ്ച അല്ലേ, അപ്പം ഇന്നേക്ക് 7 ദിവസമായി അല്ലേ. നാളേക്ക് റെഡി ആവാൻ കരുതാം. പക്ഷെ ഇന്നൊന്നും വല്ലാതെ നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഹോസ്പിറ്റലിൽ നമ്മൾ ശരിക്കും അവിടെ CH സെന്ററിൽ നിൽക്കണ ദിവസം അല്ലേ, അതൊന്നും വല്ലാതെ ഉണ്ടാവില്ല. എന്താ സ്പെഷ്യൽ വേണ്ട? ഒന്നും വേണ്ടല്ലോ നിങ്ങൾക്ക്? അമ്മയ്ക്ക് എന്താ വേണ്ട വെച്ചിട്ട് ഒന്നും വേണ്ട. അപ്പം നമുക്ക് ആ ഉപ്പും സോഡ ഇട്ടിട്ടൊന്ന് കുലുക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നാവിൻ്റെ അത് പോവും. പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ. അന്ന് കാണിച്ചു കൊടുക്കണം ഋഷിജെ. ഉപ്പും മറ്റേ സോഡ ഇട്ടിട്ട് ഇതിന്റെ പകുതി ഇത്രയും ചോറിനൂല. അപ്പൊ എത്ര കാലം തിന്നേന്ന് ആദ്യം ഒന്നും വേണ്ടല്ലേ അമ്മ? അപ്പൊ എന്ന് വെച്ചാൽ ക്ഷീണം കൂടുതലാ. ചൂടായിട്ടാവില്ലേ? ചൂടായിട്ടാണ്. അപ്പൊ നമ്മള് ഇന്ന് അടിപൊളി ചട്ടിച്ചോറാട്ടമ്മ. കുറച്ച് ടേസ്റ്റ് ഒക്കെ വേണ്ടക്ക് വേണ്ടല്ലേ? അമ്മേന്റെ സ്പെഷ്യൽ ഇതാണ്. രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ ഞങ്ങള് കഴിച്ചോളിട്ടോ. അമ്മയ്ക്ക് എന്താ കൂട്ടാനത്തില്? തക്കാളിയുടെ അമ്മയ്ക്ക് ആയിട്ടുള്ളൂ. എന്ത് തിന്നതിന് കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് വേണ്ട. ഇറച്ചി വേണ്ട, മീന് വേണ്ട, ഒന്നും വേണ്ട. പോയിട്ടപ്പോ വെള്ളായിട്ടാണ് തിളച്ചുണ്ടല്ലോ, തിളച്ച് മറിയാണ്ട്. ഇത് ഫ്രൈ ചെയ്യണ്ട നമുക്ക്? ഇന്നലത്തെ ഉണ്ട്, കൊറേ ഉണ്ട്. മീന്
വേവട്ടെ കിടന്ന്. നമ്മളെ മത്തിക്കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുന്നുള്ളൂ കേട്ടോ, ആയിട്ടില്ല. പക്ഷെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഒരു കറി തിളച്ച് ഓഫാക്കിട്ടോ. ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കുറച്ച് 2 ദിവസമൊക്കെ നിന്നാലും അതിൻ്റെ ടേസ്റ്റ് കൂടുക എന്നല്ല, കുറയില്ല. എന്നാലും സിന്തേച്ചിൻ്റെ മക്കൾ വന്നിരുന്നു, ജിഷ്ണു സ്വാതി. അപ്പോൾ രണ്ടാൾ വന്നപ്പോൾ ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്, ബാക്കി വന്നത്. അപ്പം അതുകൊണ്ട് ഇന്നേക്കും ആയി. അതേപോലെ തന്നെ മീനൊന്നും അവന് അങ്ങനെ ഒരു വന്നപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനും വാങ്ങി. അപ്പം എല്ലാവരും ചിക്കനും കൂടെ കൂടി, മീന് വല്ലാതെ തൊടാൻ പോയില്ല. ചൂടാക്കി ഫ്രിഡ്ജിക്ക് വെച്ചതായിരുന്നു കേട്ടോ. എടുത്തിട്ട് ഇപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ചട്ടിച്ചോറിക്ക് നമ്മള് ചിക്കനൊന്നും ഇല്ല കേട്ടോ. ചിക്കന് വാങ്ങിയത് ഇന്നലെ കഴിഞ്ഞു, തീർന്നു. രാവിലെ ദോശയ്ക്കും കൂടി ഇട്ടപ്പോഴേക്കും ചട്ടി കഴുകി വെച്ചു. മീനും മോരുകറി, മത്തിക്കറി, പിന്നെ ഇനി പപ്പടം ഉണ്ടാക്കാണ്ട്, കച്ചണം, ചമ്മന്തി ഉണ്ട്, തേങ്ങ, പിന്നെ മോരുമുളക്, കയ്പക്കൊണ്ടാട്ടം, ബീട്രൂട്ട് തോരൻ. അത്രയും നമ്മളെ ചട്ടിച്ചോറ്. നമുക്ക് എന്തൊക്കെയാ വേണ്ട ചട്ടിക്ക്? നമ്മളെ ചട്ടി അവിടെ ചട്ടി ചട്ടി കിടക്കണം. ചട്ടി സാധാ ചട്ടിയാണ്. അപ്പൊ അതിനായിട്ട് നമ്മള് പുതിയ ചട്ടി വാങ്ങിയിട്ടില്ല, പഴയ ചട്ടി. ആ ചട്ടിയിലാണ് നമ്മള് ചട്ടിച്ചോറ് എടുക്കണത്. അതുകൊണ്ടാണ് നമ്മള് ചട്ടിയില് മീൻ വെക്കാഞ്ഞത്. നമുക്ക് ഇല മുറിക്കണം. ഇനി പപ്പടം കാച്ചണം. ഇനി ചെറിയ ചെറിയ പണിയുള്ളൂ. പപ്പടം കാച്ചലും, മോരുമുളക് ഒന്ന് വറക്കണം, കയ്പക്കൊണ്ടാട്ടം ഒന്ന് വെച്ചെടുക്കണം. അത്രയും കേട്ടോ. ഇങ്ങോട്ട് വാങ്ങിക്കേട്ടോ. പപ്പടം കാച്ചല്ലേ. ചട്ടി ചൂടാട്ടോ കേട്ടോ. ഇതെന്താന്നറിയോ? കൊണ്ടാട്ടം. ഭയങ്കരാണ് കേട്ടത്. ഈ കാണുമ്പോലെ നല്ല ആള് ഭയങ്കര എരിവാണ്. 1-3 ദിവസമൊക്കെ കടിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് പോകും. ഭയങ്കര എരിവാ. ആവശ്യത്തിന് ഇങ്ങനെ പൊരിച്ചെടുക്കല്ലേ. പപ്പടം കാച്ചാനാണ് കേട്ടോ. അത് കൂടെ കുറച്ച് വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുറന്ന് വെക്കുന്നത്. അരക്കര ഉണക്കാല് മീനും പൊരിച്ചത് മാത്രം മതി ഒരു കറിക്ക്. പപ്പടം കച്ചി ചെറിയ പണി മതി. മുളക് മുളക് മൂക്കുമ്പോഴോ എന്താ അമ്മക്ക് പോണ്ട വേണം. അമ്മക്ക് ഇതൊന്നും വേണ്ട, അതാ പ്രശ്നം. നമ്മളിത് ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാറുണ്ട് നമ്മള് ചെയ്യണേ. ഇങ്ങനെ കാണുമ്പോ രസമല്ലേ. പിന്നെ അമ്മയ്ക്ക് വെച്ചാല് ചെറിയൊരു മണം എവിടുന്നെങ്കിലും വന്നാ മതി, അപ്പോഴേക്കിന് മണം അടിക്കും പെട്ടെന്ന്. അപ്പുറത്തെ വായിൽ അടച്ചിട്ട് നമ്മള് പോകുന്നത്. അതെ, മീൻകറി ഒന്ന് വാങ്ങിയൊക്കെയാണ് കേട്ടോ. അത് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാകുമല്ലേ. ഇത് കഞ്ഞി മതിയല്ലേ, വേറെന്താ ഒന്നും വേണ്ട. കൊണ്ടാട്ടം മുളക് വേറെ ലെവലാണല്ലേ. ഇതിന് കഴിയാനായി എടുത്തിട്ട് ഇത് എന്റെ കൈ എത്തിനോട് തന്നെ വെക്കും. പിന്നെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ.
എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിലന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കിയല്ലേ നമ്മള്, അന്ന് ഉണക്കാട്ടൊക്കെ വീട് ചെയ്തല്ലേ നമ്മള്. പക്ഷെ ഉണ്ടാക്കി നല്ലത് അമ്മയ്ക്ക് അല്ലാതെ കൂട്ടണത് ഇഷ്ടമല്ലാതായി പിന്നെ കേട്ടോ, ഒന്നും നാവിന് ഇഷ്ടപ്പെടാതെ. ചെറുതായിട്ടില്ല, ചെറുതാവാണ്ടല്ലേ. മുളകായി കൈപ്പങ്ങ കൈപ്പങ്ങ കുറച്ച് എന്താ പറഞ്ഞ സമ്മന്തി മാത്രമല്ലേ ഉള്ളൂ. അതും കൂടി നമ്മളെ ചട്ടിച്ചോറ് റെഡി, ഞാൻ സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് നേരമായിട്ടോ, രാവിലെ കുറെ സമയത്ത് തുടങ്ങിയതാണ്. വേണ്ടല്ലേ അത് ഇട്ടാ വേഗം കഴിയും. ഞാനൊക്കെ കാര്യത്തിന് കൊണ്ടാട്ടം. ഇനി അടുത്തത് മുളക് ചുടൽ. സമ്മന്തിക്കുള്ള മുളക് ചൂടട്ടോ. 2 മുളകിനെ ചൂടട്ടോ. നല്ല കണലല്ലേ. ഇതേപോലെ കരിക്കട്ടയോ നാളികേരത്തിനൊപ്പം കൂട്ടിയിട്ട് അരയ്ക്കാനാട്ടോ. നല്ല എരിവുള്ള മുളക്, അതാ 2 എടുത്ത്, അതിന് കുറച്ച് മതി. നാളികേരവും ഉണക്കമുളകും ചെറിയുള്ളി പുളി ഉപ്പ് അതും മതിയല്ലോ. ഉണക്കമുളക് കൊണ്ടാട്ടം ഉണ്ട്, 2 മതിയല്ലേ, 3 മറ്റൊക്കെ ഏറെയാണ്. ചട്ടിച്ചോറ് അറിയുമ്പോ എല്ലാം ഉണ്ടാവും. അതാണ് ഇതും കൂടി കഴിഞ്ഞല്ലേ. കഴിഞ്ഞു ലാസ്റ്റ് ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം റെഡിയായി. ഇനി ലാസ്റ്റ് നമ്മളെ വാഴേന്റെ ഇല പിന്നെ ഇവിടെ തന്നെ ദണ്ട് കേട്ടോ. ഇത് മതിയാവും, കഴിക്കാൻ മതി. നന്നായിട്ട് കഴിക്കാൻ മതി. നമ്മൾ വെച്ച വാഴേണ്ടത് ഇതിപ്പോ അന്ന് നമ്മളെ വീട് ഇത്ര ഉയരത്തിലായിരുന്നു, ഇത്രയും താഴ്ന്നു. നന്നായി കഴുകണം, അല്ലെങ്കിൽ പൊടി ഉണ്ടാവും. നമ്മൾ എല്ലാം ഒന്ന് വാടാൻ വെക്കണം കേട്ടോ. കാണലൊക്കെ ഒന്നിങ്ങനെ കിടക്കട്ടെ. പെട്ടെന്നുണ്ടല്ലോ, നല്ല കാണല പെട്ടെന്ന് വാടും. അത് കിടക്കട്ടെ. നമ്മളെ മെയിൻ സാധനം ചട്ടി. നമ്മൾ പുതിയ ചട്ടി ഇതിനായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ ചട്ടിയിലും നമുക്ക് കഴുകി ഒന്നും കൂടി സൂപ്പറാക്കി വരിക. കുറച്ചൊക്കെ മാറാല പിടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ഇത് എടുത്തിട്ട് ഇങ്ങനെ അവിടെ എടുത്ത് വെച്ചതായിരുന്നു. റെഡി. ഒന്നും കൂടി മറന്നല്ലോ, ഓംപ്ലേറ്റ് സാധനങ്ങളൊക്കെ കൂടെ റെഡി ആയിട്ട് കേട്ടോ. പക്ഷെ മുട്ട ഉണ്ടായത് ഭാഗ്യം. അമ്മ ഞാനെന്താ ചട്ടിച്ചോറ് കാണാൻ രസമുണ്ടോ? മീനല്ലാത്തൊക്കെ അമ്മ കൂട്ടോ. റെഡി, കൊണ്ടാട്ടം റെഡി, മോരുകറി റെഡി, പപ്പടം ഓക്കെ, ഉപ്പേരി റെഡി, ചോറ് റെഡി, മീൻകറി. എത്ര ഐറ്റംസ് അടിച്ച്? 1 2 3 4 5 6 7 8 ഓംപ്ലേറ്റ്. മറന്നുപോയി. അമ്മ പറയ്, പാട്ടുണ്ടോ നമുക്ക്? കുറച്ചും കൂടി കഴിയും, 2 മാസം 1 മാസം കൂടി കഴിയട്ടല്ലേ? കുറച്ചും കൂടി, അത്ര വേണ്ട. ചെടിച്ചോറ് സെറ്റാക്കല്ലേ?
വെക്കാനല്ലേ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ടല്ലോ ശരി. ഫസ്റ്റ് ചോറ് ചോറ് ആ മണ്ടമ്മ ചട്ടിച്ചോറ് ഞാൻ കണ്ടില്ല. വീഡിയോയിലും കണ്ടിട്ടില്ല. നമുക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചത് ഇതാണ് ഇതാണ് കേട്ടോ ചട്ടിച്ചോറ്. ചട്ടിച്ചോറ്. ചോറ് തിരിക്കുന്നില്ല, ഒത്തിരി വേണം തോന്നുന്നു. ആ പക്ഷെ അത് നമ്മളടുത്തില്ല. ഇല്ലായിട്ടല്ല, അത് രാവിലെ വെച്ചില്ലേ. രാവിലെ നമ്മള് വിചാരിച്ചില്ല. വിചാരിച്ചില്ല. അമ്മയ്ക്ക് മാത്രം കുറച്ചരി ഇട്ടിട്ട് കഞ്ഞി വെച്ചതാ ഞാന്. അപ്പൊ അതിങ്ങനെ ചോറാക്കി എടുക്കാൻ മാത്രമല്ലേന്നു. അമ്മ ചട്ടിച്ചോറ് പറഞ്ഞ ഇതാട്ടോ, ചട്ടിയില് ഇങ്ങനെ ചോറ് നിരത്തി വെക്കുക. ചട്ടിയില് ചോറ് നിരത്തേക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഇല വെച്ചിട്ട് കുറച്ചുകൂടി ഉണ്ടാവില്ലല്ലേ? മതിയല്ലേ? കുറച്ചും കൂടി ആക്കാം. ഇങ്ങനെ ആക്കാം. എന്നിട്ട് ചോറിനിട്ട് മാറ്റി വെക്കാം. അതിനടുത്താണ് ലൈറ്റ് വരുന്നുണ്ട്. ക്ലിയറായി. എന്നിട്ട് ഫസ്റ്റ് നമ്മള് ചോറ് വെച്ചു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, മുളക് കൊണ്ടാട്ട മുളക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളെ കൈപ്പങ്ങ കൊണ്ടാട്ടം. ബീട്രൂട്ട് ഉപ്പേരി തോരൻ. ഞാനാദ്യമായിട്ടമ്മ കാണുന്നത്. നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഫോട്ടോ കാണുന്നുള്ളതാ. വെച്ചിട്ട് നമ്മള് ഓംലേറ്റ് മടക്ക. അതെ. ഇനി മീന് ഏത് മീനാ വെക്കണ്ടേ? ഏതാണ് ഇഷ്ടമുള്ള വെച്ചാ? മത്തി ഉണ്ട്. മത്തി പൊരിച്ചതാട്ടത്. മത്തി പൊരിച്ചത് ഇരുന്നോട്ടെ. പിന്നെ ചൂതമീൻ്റെ തല പൊരിച്ചതാണത്. പിന്നെ അതിൻ്റെ ബാക്കി പീസ് മത്തി കറി. കാണുമ്പോ തിന്നാൻ കേട്ടോ. അമ്മയ്ക്കുള്ള പേരുണ്ടല്ലേ. ഇപ്പൊ അമ്മേനെ എന്താ വെച്ചാ അമ്മയ്ക്ക് ഇതൊക്കെ ഒരു മീനും ചിക്കൻ തിന്നൊക്കെ ഇതാണ്. അപ്പൊ ഇന്ന് എന്തായാലും തിന്നുണ്ടാവും. നമ്മളെ മോരുകറി കേട്ടോ. അതിന് സ്ഥലം കൊടുക്കണ്ട ഇവിടെ കേട്ടോ, സൈഡില് മോരുകറി. ഏറ്റവും അവസാനം പപ്പടം. ഇനിയിപ്പോ എവിടെ നമ്മൾ തീറ്റ ആരംഭിക്കും. അപ്പൊ എല്ലാതുമായി ചട്ടി നിറഞ്ഞു. ഇനിയിപ്പോ അത് ഇരുന്ന് ഒരു ഭാഗത്ത് ഇരുന്നത് തിന്നണം. പക്ഷെ ഇവിടെ വെച്ചിരുന്നിട്ട് തിന്നാൻ കഴിയില്ല. അപ്പൊ നിലത്ത് ഇരുന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ അല്ലേ? അമ്മയ്ക്ക് ഇതിലേതോണ്ടേ ഇതാ. അപ്പൊ ഒന്നും കൂടി മറന്നു. ഇതൊന്നും എടുക്കാൻ തന്നെ മറന്നു. അല്ല ശരിക്കും അർത്ഥ സമ്മതിയാണ്. അപ്പൊ നമ്മളെ അമ്മ ആ വേക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ സെറ്റ് ആക്കിട്ടാണ് നമുക്ക് മേടിക്കാന്. അമ്മീന്റെ തിണ്ട് ഉണ്ടാക്കിയില്ലമ്മ. അതാണമ്മ അമ്മയ്ക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലോ. അമ്മ അങ്ങനെ കണ്ടാ കാട്ടിട്ട് വെക്കാൻ സ്ഥലമല്ല ഷീജന്. മുളകിനെ എന്നിട്ട് മാറ്റിയാൽ മതി. കഴിഞ്ഞൊരു അച്ചാറും കൂടി. അച്ചാറവിടെ സെറ്റായില്ലമ്മ. ഇന്നൊരു അച്ചാറോടെ കിട്ടിയാലോ ഷീജ്? ഫ്രിഡ്ജിലുണ്ടോന്ന് അരിനെല്ലിക്ക അച്ചാർ. അപ്പൊ ചിക്കൻ്റെ ഒരു കമ്മി കൂടി മാത്രമല്ലേ അമ്മ?
ഒക്കെ സെറ്റായി. ഇനി കഴിച്ചോക്കി, എന്തെങ്കിലും ഒന്ന് വെച്ചോക്കി. നമുക്കിപ്പൊ ചെറിയ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു. ആ മുട്ട എടുത്തത് ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് മുട്ടയുടെ ടേസ്റ്റ് പിന്നെ അമ്മയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ മതിയമ്മ, പാറൊന്നും വേണ്ട, ചട്ടിച്ചോർന്നു നോക്കാം. മതിയമ്മക്ക് ഒന്നും കൂടി കൊടുത്തോളിന്ന പുള്ളി. ഒന്ന് ഓംപ്ലേറ്റ് ഉണ്ടായിട്ടെ അടിപൊളിയായിട്ട് വേറെ സെറ്റപ്പിൽ. മതി, വേണ്ട വേണ്ട, കുഞ്ഞിജി കഴിച്ചോ. അത് മാറ്റിച്ച് കഴിക്കാൻ രസല്ലേ ഒക്കെ പാടെ കുറച്ച് കുറച്ച് എടുത്തിട്ട് എടുത്താ ഇതിന്നെ കൊതിപ്പിക്കട്ടെ ഷിജി. ഇതിങ്ങനെയാണ് ഫസ്റ്റ് നിക്കല്ല. എനക്ക് വേണ്ട, ഞങ്ങള് കൊറേ നേരമായി നോക്കിക്കണ്. അല്ല ചിന്ന കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇതെല്ലാം കൂടി ഉരുളാക്കാൻ പറ്റണില്ലേ കടി? തിന്നോ തിന്നോ. അല്ല വായിട്ടില്ല, കഴിയില്ല. നന്നായിക്കോട്ടെ. ചാടി ഇതിന്റെ ടേസ്റ്റാ ഞാൻ പറയാ. എല്ലാം എല്ലാം ഉണ്ട്, അടിപൊളിയായിരുന്നു. ഇപ്പൊ ഞാൻ പോസിന്റെ അടുത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ. അപ്പൊ നമ്മളെ ചട്ടിച്ചോറ് സാറ് അതിൻ്റെ ഫസ്റ്റ് ഒന്ന് തിന്ന് നോക്കിയാൽ അമ്മയ്ക്ക് ഒരു ഓംപ്ലേറ്റ് മാത്രം മതി. നല്ല സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്തൊക്കെ സാധനത്തിന് കമ്മി ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ചിക്കൻ്റെ ഒരു കമ്മീൻ്റെ മാത്രമുണ്ട്, വേറെ നല്ല രസമുണ്ട്. ഒക്കെ പാടെ എതിരെ ടേസ്റ്റാണ് നമുക്കറിയില്ല. ഒക്കെ പാടെ നോക്കുമ്പോൾ നല്ല രസം. അപ്പം എന്നാല് നാളെ പുതിയ വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.